ഷെറിന് അവിടെ മറ്റു പ്രതികൾക്കൊക്കെ ജയിലിൽ ക്യൂ നിന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടി വന്നിരുന്നത്. ഷെറിന് മാത്രമായിട്ട് ഷെറിന് ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങളാണ് ജയിലിലത്തെ സ്റ്റാഫ് ഷെറിന് എത്തിച്ചു കൊടുത്തിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ പൊതുവെ പ്രതികൾക്ക് ഒരു പായ, ഒരു ചൗക്കാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റ്, ഇതൊക്കെയാണ് ജയിലിൽ അന്തേവാസികൾക്ക് പൊതുവെ ജയിലിൽ നിന്ന് കൊടുക്കുക. അതിന് ഷെറിന് അവിടെ ഇതിൽ കവിഞ്ഞിട്ട് ബെഡ്ഷീറ്റുകൾ, കിടക്ക, തലയണ, പിന്നെ ഒരു നമുക്ക് ജയിലിൽ നിന്ന് കിട്ടുന്ന ഡ്രസ്സല്ലാതെ ഷെറിൻ വീട്ടിൽ നിന്ന് തയ്ച്ചു കൊണ്ടിരുന്ന ലിനൻ്റെ വൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ 6-7 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. സാധാരണ തടവയ്ക്ക് 2 ജോഡി ഡ്രസ്സ് അവിടെ നിന്ന് തരുന്ന മാത്രമേ അനുവദിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏകദേശം ഒരു 10,000 രൂപയുടെ അടുത്ത് വരുന്ന കോസ്മെറ്റിക് ഐറ്റംസ്, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, മിറർ, അത്തരം സാധനങ്ങൾ. പിന്നെ ബെഡ്ഷീറ്റ് തന്നെ ഒരു 10-15 എണ്ണത്തോളം ഉണ്ടായിരുന്നു. ഒരു വലിയ ബക്കറ്റ് നിറയെ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അന്നത്തെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി 2013 സുനിൽ തോമസ് സാറ് ജയിലിൽ അപ്പോൾ ഞാൻ പരാതിയായിട്ട് എഴുതി കൊടുക്കുകയും അദ്ദേഹം എല്ലാ സെല്ലുകളും റെയ്ഡ് ചെയ്തിട്ട് മറ്റ് തടവുകാരിൽ നിന്ന് കൂടുതലായി കണ്ട ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് നീക്കം ഉണ്ടായിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജയിൽ DAG പ്രദീപ് സാറ് വൈകുന്നേരങ്ങളിൽ അവിടെ വരാറുണ്ട്. ഒരു 5:30-6 മണിക്ക് ശേഷം, 6:30 ശേഷം വരാറുണ്ട്. ഷെറിനെ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ആ പുറത്തേക്ക് ഇറക്കുമ്പോൾ ഒരു 1.5-2 മണിക്കൂറിന് ശേഷം തിരികെ വീണ്ടും ഷെറിൻ്റെ ഉള്ളിലേക്ക് കയറി വരാം. ഉണ്ടാവാറുള്ളതാ. അപ്പോൾ ഇതിനൊക്കെ കൂടി പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് പരാതിപ്പെട്ടിൽ എഴുതിയിട്ട് നടപടി ഉണ്ടായില്ല. അപ്പം ഞാൻ ചെയ്തതിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് മുഖേന കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാൻ ഞാൻ പരാതി എഴുതി കൊടുത്തു. അപ്പോൾ ആ പരാതി എഴുതി കൊടുത്തപ്പോൾ ആ പരാതി ലൈവായിട്ട് TV-യിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ആ സംഭവത്തെ തുടർന്നിട്ട് അന്നത്തെ ജയിൽ സൂപ്രണ്ട് തന്നെ വിളിച്ചു ചോദ്യം ചെയ്തു. അപ്പോൾ അവർക്ക് ഈ സംഭവങ്ങളെ കുറിച്ചല്ല അറിയേണ്ടിയിരുന്നത്. അവർ ചോദിച്ചത് ആരാണ് എന്നെ സഹായിച്ച സ്റ്റാഫ് ആരാണ്, സൂപ്രണ്ട് അറിയാതെ ഈ പരാതി പുറത്തേക്ക് പോയത് എങ്ങനെയാണെന്ന് മാത്രമായിരുന്നു അറിയേണ്ടിയിരുന്നത്. പിന്നെ അതിനുശേഷം പിറ്റേ ദിവസം ജയിൽ DAG പ്രദീപ് സാറും കൂടി വന്നിട്ട് എന്നെ ചോദ്യം ചെയ്തു. അന്നത്തെ വെൽഫെയർ ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യുമ്പോൾ വെൽഫെയറിൻ്റെ സാന്നിധ്യത്തിലാണ് അവർക്ക് ചോദ്യം ചെയ്തത്. അപ്പോൾ DAG-നോട് പറഞ്ഞത് സ്റ്റാഫിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജയിലിൽ തന്നെ കൊടുക്കും, ഞാൻ പുറത്തിറങ്ങുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ സ്റ്റാഫിൻ്റെ പേരൊന്നും പറഞ്ഞു കൊടുത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ വിവരാവകാശം വെച്ചു. ആദ്യം DGP സെൻകുമാറിന് ഈ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് അന്നത്തെ DGP സെൻകുമാറിന് പരാതി ചോദിച്ചു. അപ്പോൾ സെൻകുമാർ സാറിനോട് പറഞ്ഞത് ജയിലുള്ള അന്തേവാസികൾ മുഴുവൻ അപമാനിക്കുന്ന തരത്തിലാണ് എൻ്റെ പ്രസ്താവന, അതിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആൾക്ക് വിവരാവകാശം വെച്ചു. കാരണം ഷെറിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ശിക്ഷിക്കപ്പെട്ടതിൽ 392 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടായിരുന്നു. അപ്പോൾ 392 പ്രകാരം ശിക്ഷിക്കപ്പെടുമ്പോൾ റോബറി എന്ന് പറഞ്ഞ ആ വകുപ്പ് പ്രകാരം വന്നാൽ കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊലപാതകമാകുമ്പോൾ പരോള് 2-3 വർഷത്തേക്ക് കൊണ്ട് പരോള് കിട്ടില്ല. മാത്രമല്ല ശിക്ഷിക്കപ്പെട്ട ഈ 392 വകുപ്പ് പ്രകാരം എത്ര കാലയളവാണോ ശിക്ഷ പറയുന്നത് ആ കാലയളവ് ശിക്ഷ കാലാവധി കഴിഞ്ഞിട്ടേ പരോള് ലഭിക്കുള്ളൂ. പക്ഷെ ഷെറിന് ശിക്ഷിക്കപ്പെട്ട് 1 വർഷമാകുമ്പോഴേക്കും പരോള് ലഭിച്ചു. മാത്രമല്ല ഷെറിൻ പരോൾ അധികരിച്ച് പുറത്തുന്നുണ്ട്. സാധാരണ പരോൾ അധികരിച്ച് ഒരു വ്യക്തി പുറത്തുനിന്നാൽ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് പരോള് കൊടുക്കാറുള്ളൂ. ഷെറിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുമാത്രമല്ല എമർജൻസി പരോളിന് വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഷെറിൻ്റെ. എന്നിട്ട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഷെറിൻ്റെ ഇഷ്ടത്തിനാണ് അവിടെ പരോള്. ഷെറിന് ഇപ്പോൾ ഒരു ഓർഡിനറി പരോള് സാധാരണ ഒരു വ്യക്തി ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് ഉടനെ അടുത്തത് എമർജൻസി പരോള്. അവളൊരു വെറുതെ കുറച്ച് നാൾ ജയിലിൽ, കുറച്ച് നാൾ വീട്ടിൽ, ആ രീതിയിലാണ് അവിടെ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിവരാവകാശം വെച്ചപ്പോഴാണ് സെൻകുമാർ സാറ് പിന്നെ എനിക്ക് എൻ്റെ പേരിലുള്ള ആ ഭീഷണി നിന്നു, എനിക്കൊരു നടപടി എടുക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് ജയിലിലത്തെ 2 ഉദ്യോഗസ്ഥന്മാരെ സെലിൻ കുമാരി, സരസ്വതി എന്ന് പറയുന്ന 2 സ്റ്റാഫിനാണ് സ്ഥലം മാറ്റി. എന്നിട്ട് ഈ വിവരാവകാശം വെച്ച് തുടങ്ങിയപ്പോഴാണ് സെൻകുമാർ സാർ ഇതിനുള്ള മറുപടിയൊന്നും എനിക്ക് തന്നില്ല. കാരണം ഈ ഷെറിന് ശിക്ഷിക്കപ്പെട്ടിട്ട് 1 വർഷത്തിനുള്ളിൽ എന്തിൻ്റെ പേരിലാണ് 1 വർഷത്തിനുള്ളിൽ പരോള് കൊടുത്തതെന്ന് വെച്ചപ്പോൾ അതിൻ്റെ മറുപടി എനിക്ക് തന്നില്ല.